ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 12 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. ഇന്ന് പ്രധാന ഹൈലൈറ്റ്സ്: നിഫ്റ്റി 25,000 താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. സോ ഒരു കൺസോളിഡേഷനിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നോക്കാനുള്ള കാര്യം. കാരണം മിനിഞ്ഞാന്നത്തെ ഡേ ലോ, അതായത് 25,750 ലെവലിലുള്ള ആ ഒരു ഡേ ലോ, അല്ലെങ്കിൽ 25,130 എന്ന് പറയുന്ന ഈ ഒരു ഹൈ, ഇന്നലത്തെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ ഡേ ഹൈ, ഈ രണ്ട് ലെവല് ബ്രേക്ക് ചെയ്യാതെ നിഫ്റ്റിയുടെ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇന്നലെ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് വന്നത്. ഇന്ന് ഫർദർ താഴോട്ട് വരുമോ? എനിക്ക് തോന്നുന്നു 25,000 താഴെ മാർക്കറ്റിനെ പോവാൻ എന്തായാലും ആരും സമ്മതിക്കില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇന്ന് 25,000 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ പിന്നീട് അത് മൊമെൻറ്റം കുറവായിരിക്കും. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു റേഞ്ചിനകത്താണ് ഇന്ന് ട്രേഡിംഗ്. 25,130, 24,750 എന്ന ഈ റേഞ്ചിനകത്താണെങ്കിൽ നിഫ്റ്റി കുറച്ച് ദിവസം ഈ ഒരു കൺസൾട്ടേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ നോക്കാം, നമുക്ക് എങ്ങനെയായാലും വരും ദിവസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്ന് എക്സ്പയറി ദിവസമാണ്, മന്ത്ലി എക്സ്പയറി അല്ല, വീക്കിലി എക്സ്പയറി ആണ്. സോ ഇത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. മന്ത്ലി എക്സ്പയറി ആകുമ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിക്കാറുള്ളത്, എവിടെയാണ് ക്ലോസ് ചെയ്തത് എന്ന്. ഇനി സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ NBCC, നസാറ ടെക്, യാത്ര, അദാനി പോർട്സ്, ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. മറ്റ് ഇൻഡെക്സുകളിൽ ഷങ്കായ് കമ്പോസിറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,979 ഇന്ന് ഓപ്പൺ ആയത് 25,087 അതായത് 108 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഓപ്പണിങ്ങിന് ശേഷം കറന്റ്ലി അത് ട്രേഡിംഗ് നടക്കുന്ന, ഓപ്പണിങ്ങിന് ശേഷം 25,131 വരെ ഡേ ഹൈ പോയിട്ടുണ്ട്, 25,063 വരെ ഡേ ലോയും പോയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ മുകളിലോട്ടും താഴോട്ടും പോയിട്ടുണ്ട്. കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന 25,086 ഒരു പക്ഷേ നിങ്ങളിത് കാണുമ്പോഴത്തേനും ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു ഡോജി ആയിട്ടാണ് നിൽക്കുന്നത്. സോ നോക്കാം, കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേനും ഒന്നുകൂടി ഇത് കയറി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 25,000 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ജപ്പാൻ PPI ഇയർ ഓൺ ഇയർ, ജർമ്മനി ഹോൾസെയിൽ പ്രൈസ് ഇയർ ഓൺ ഇയർ, ചൈന ന്യൂ യുവാൻ ലോൺസ്, ഇന്ത്യ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത്, ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഇന്ത്യൻ ഈവൻസ് തന്നെ 4 ഇന്ന്, അതായത് ഡാറ്റ പുറത്തു വരാനുണ്ട് ഇന്ന്. യൂറോ ഏരിയ ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്, യൂറോ ഏരിയ ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, USA കോർ PPI ഇയർ ഓൺ ഇയർ, യൂറോ ഏരിയ ECB പ്രസ് കോൺഫറൻസ്. ഇത്രയും ഡാറ്റകളാണ് ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ പുറത്തു വരാനുള്ളത്. സ്റ്റോക്കുകൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന ആർട്ടിൻറ്റ്, ABFR, ബാലറാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിന്ദ് കോപ്പർ, RBL ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,755 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 230 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 1,985 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ നടന്നത്. ഈ മാസം ഇതുവരെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7,570 കോടിയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,154 കോടിയുടെയും ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ 16,725 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഈ മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് നിന്നും നടന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യമായിട്ട് വന്നിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 25,034 ഓപ്പണായി 115 പോയിന്റ് നഷ്ടത്തിൽ 24,918 മാർക്കറ്റ് ക്ലോസ് ചെയ്തു.
ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 415 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിലും നിഫ്റ്റിയിൽ കൃത്യമായിട്ട് 415 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും നോർമൽ CPR ആണ്. അപ്പം CPRന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. ഇന്ത്യ വിക്സ് ഒന്ന് ഓപ്പൺ ആകാൻ പോകുന്ന 13.63 ആണ്. വൊളാറ്റിലിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഫിയർ ഇൻഡെക്സ് കുറയുന്നുണ്ട്. 15ന്റെ മുകളിലേക്ക് എത്തിയിരുന്നു, അവിടെ താഴോട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഫിയർ ഇൻഡെക്സ് കുറയുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുട്ട് കോൾ റേഷ്യോ 0.61 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കോളിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് 25,000-ലാണ് വന്നത്. 1,37,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,500-ലാണ്. 1,14,00,000 ഇത്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 208 പോയിന്റ് നഷ്ടമായിരുന്നു. ഫിൻ നിഫ്റ്റിയിൽ 43 പോയിന്റ്, സെൻസെക്സിൽ 404 പോയിന്റ്, മിഡ് ക്യാപ്പിൽ 105 പോയിന്റ് നഷ്ടം. ഇത്രയുമാണ് ഇന്നലത്തെ ഒരു ഡാറ്റ. ദെൻ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന 25,088 ആണ്. 20,088 ഇന്നത്തെ ഡേ ഹൈ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഡേ ലോ വളരെ താഴെയാണ്, 24,749. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഒരു ലെവലിൽ ഇതാ ഏകദേശം ഈ ഒരു ഡേ ലോ വരും എന്നാണ് പറയുന്നത്. സോ നോക്കാം മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ ഇവിടെ ഒരു ഓപ്പണിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരും എന്നാണ് റാസ് ലെവൽസിന്റെ നോട്ടറേറ്റ് സോണും CPR തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മളോട് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ 25,088 ലെവലിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് വരാനായിരിക്കും സാധ്യത. അതെന്തായാലും ലൈവ് മാർക്കറ്റിൽ വരേണ്ട കാര്യമാണ്. അത് ഇപ്പോഴേ നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല. ഇനി നമുക്കൊരു നോട്ടറേറ്റ് സോൺ ഡിഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ടോപ്പ് CPR മുതൽ നമുക്ക് ബോട്ടം CPR വരെയുള്ള ഈ ഒരു സോണിനെ നമുക്ക് നോട്ടറേറ്റ് സോണായിട്ട് എടുക്കാൻ പറ്റും. അതായത് 24,999 മുതൽ 24,945 വരെയുള്ള ഒരു 54 പോയിന്റിന്റെ ഈ ഒരു സോണിൽ ഫ്രഷ് എൻട്രി എടുക്കാതെ നമുക്ക് ഒഴിവാക്കാം. ദെൻ ഇവിടെ ഈ ഒരു സോണാണ്. വരയിടുമ്പോൾ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സോൺ ഒരു 54 പോയിന്റിന് 24,999 മുതൽ 945 വരെയുള്ള ആ ഒരു സോൺ. ഇനി ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത് യെസ്റ്റർഡേ ഹൈ അതുപോലെ R1 ലെവലിലാണ്. ഈ ഒരു സോണിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. മാർക്കറ്റിന് കടന്ന് മുകളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് 25,113 മുതൽ 25,074 വരെയുള്ള ഒരു 30-40 പോയിന്റിന്റെ ഒരു സോൺ, 39 പോയിന്റിന്റെ ഈ ഒരു സോണിലായിരിക്കും ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരിക. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഭാഗത്ത് ഓപ്പൺ ആയിട്ട് പിന്നെ ഫർദർ താഴോട്ട് മുകളിലോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നല്ലൊരു സപ്പോർട്ട് വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് യെസ്റ്റർഡേ ലോയാണ്. അത് S1 ആണ്, സപ്പോർട്ട് 1 ആണ് ഈ സോൺ. 24,901 885 എന്ന് പറയുന്ന ഈ സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ 3 ലെവൽസാണ് എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോട്ടറേറ്റ് സോൺ 25,999 മുതൽ 945 വരെയുള്ള സോണാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കുന്നില്ല. മുകളിലോട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന മിക്കവാറും 25,088 ലെവലിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഫർദർ എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. മുകളിലോട്ടാണെങ്കിൽ 25,225 വരെ കയറിപ്പോയേക്കാം. ഇനി താഴോട്ടാണെങ്കിൽ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 24,750 വരെയും ഇവിടെ വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഏതാണ് ഡേ ഹൈ എന്ന് പ്രതീക്ഷിക്കുന്നത് 25,088 ആണ്. ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 24,749 ആണ്. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും എന്നാരും ഉറപ്പാണ്. രണ്ടും കിട്ടുന്ന വളരെ 100 ദിവസങ്ങളിൽ 1-2 ദിവസം മാത്രമേ രണ്ട് ഭാഗവും ടച്ച് ചെയ്ത് മാർക്കറ്റ് പോകാറുള്ളൂ. റൈറ്റ്, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ബാക്കി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് തീരുമാനം എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.